ഫ്രണ്ട്സ്, ഈ കാണുന്നത് KSRTCയുടെ സ്ലീപ്പർ കോച്ചുകളാണ്. ഒരു 5 എണ്ണം നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റേ അവൈലബിൾ ആണ്. അതും AC കോച്ചുകൾ. ഇവൾമാർ പുൽപ്പള്ളിയുടെ സ്വത്താണ്, മുത്തുമണികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു കംപ്ലീറ്റ് ഗൈഡഡ് ട്രാവൽ ഇൻഫോർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. വയനാട് വരുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. സോ നമുക്ക് തീർച്ചയായും ബത്തേരി KSRTC സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് ഈ യാത്ര. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ KSRTCയുടെ നല്ല സ്റ്റേ അവൈലബിൾ ആണ്. അത് ഞാൻ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഫ്രണ്ട്സ്, ഈ കാണുന്നത് KSRTCയുടെ സ്ലീപ്പർ കോച്ചുകളാണ്. ഒരു 5 എണ്ണം നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റേ അവൈലബിൾ ആണ്. അതും AC കോച്ചുകൾ. ഗൈസ്, ഈ കാണുന്നത് ഡോർമെറ്ററി ആണ്. ഈ ഡോർമെറ്ററിക്ക് വരുന്നത് ജസ്റ്റ് 150 റുപ്പീസ് മാത്രമാണ് വിത്ത് AC ഫെസിലിറ്റീസിൽ. നിങ്ങൾക്ക് നോർമലായിട്ടും സിമ്പിളായിട്ടും വന്ന് താമസിക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫാമിലി റൂംസും അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ എൻട്രി ചെയ്തത് KSRTCയുടെ ഫാമിലി റൂം സെറ്റപ്പിലോട്ടാണ്. ഒരു ബസ്സിനെ 2 പോർഷനായിട്ട് തിരിച്ചാണ് റൂംസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു റൂമിൽ തന്നെ 3 ആൾക്ക് വരെ കിടക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. അതും AC റൂം തന്നെയാണ്. വെറും 800 റുപ്പീസ് മാത്രമാണ് KSRTC ഇതിനായി ചാർജ് ചെയ്യുന്നത്. ഈ പ്രയോജനം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുത്താവുന്നതാണ്. ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് വന്നൊരു പ്ലേസ് ആണ് കുപ്പാടി. ഇതൊരു ഡെസ്റ്റിനേഷൻ അല്ല, പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടുപോകാവുന്നതേ ഉള്ളൂ. സംഭവം ഒരു പ്രൊഹിബിറ്റഡ് പ്ലേസ് ആണ്. അത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇത് സർക്കാരിൻ്റെ തടി ഡിപ്പോയാണ്. ഇതൊരു അതിശയമായിട്ട് തോന്നിയായിരുന്നു. ബിക്കോസ് മൊത്തം തേക്ക് മരങ്ങൾ കൊണ്ട് നിരത്തിയിട്ടേക്കാണ് കിലോമീറ്ററുകൾ. ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്റ്റേയിൽ നമ്മുടെ ലാലേട്ടൻ പണ്ട് താമസിച്ചിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫർ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഇവിടെയാണ് ലാലേട്ടൻ തങ്ങിയിരുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ടിമ്പർ ഡിപ്പോ. ഈ കാണുന്നത് മൊത്തം തേക്കും തടികളാണ്. ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. കിലോമീറ്ററുകളോളം തേക്കിൻ തടികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് മൊത്തം തേക്ക് തന്നെയാണ്. ഫ്രണ്ട്സ്, ഈ വരുന്നത് പുൽപ്പള്ളി ചെക്ക് പോസ്റ്റാണ്. രാത്രി കാലങ്ങളിൽ കൃത്യമായ ചെക്കിങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക. രാത്രി കാലങ്ങളാണെങ്കിൽ കാടിനെയും കാട്ടുമൃഗങ്ങളെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നല്ല രീതിയിൽ കണ്ടാസ്വദിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ തുടങ്ങി കാടിൻ്റെ പ്രസൻസ് കൂടി വരും. ഇവിടെ തന്നെ നമ്മുടെ ജീം റൂട്ടന്മാരെ കണ്ടും തുടങ്ങും. ഗൈസ്, കണ്ടോളൂ. ഫ്രണ്ട്സ്, ഇവൾമാരുടെ കൂട്ടം. ഇവൾമാർ പുൽപ്പള്ളിയുടെ സ്വത്താണ്, മുത്തുമണികളാണ്. ഇവൾമാരുടെ പ്രസൻസ് ഇപ്പോൾ ഏപ്രിൽ മാസങ്ങളിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഉച്ചക്കായാലും രാത്രിയായാലും പകലായാലും ഇവൾമാർ മാറാതെ ഈ പുൽപ്പള്ളി ചെക്ക് പോസ്റ്റ് മുതൽ ഇരുളം വരെയുള്ള സർഫസിൽ എപ്പോൾ വേണമെങ്കിലും എവിടെയും കാണാവുന്നതാണ്. പയ്യെ നിർത്തി നോക്കി പോവുക. ഇവൾമാരുടെ പ്രസൻസ് ഇപ്പോൾ ഓൾവേസ് ഉണ്ട്. ബിക്കോസ്
ഏപ്രിലാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടി നല്ല ഇടമഴകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നല്ല ജ്യൂസി ആൻഡ് ചീസി പുല്ല് വഴിയരികിൽ തന്നെ നല്ല രീതിയിൽ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇതുമ്മ പിടിക്കാനാണ് ഇവൾമാർ ഈ റോട്ടിൽ തന്നെ നിൽക്കുന്നത്. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കാണാൻ പറ്റും. അതും അടാർ ആനകൾ. നമ്മളുടെ കർണാടക ആന പോലെയൊന്നുമല്ല നമ്മളുടെ പുൽപ്പള്ളിയുടെ ഈ മുത്തുകൾ. ശരിക്കും ആന തന്നെയാണിത്. ഇത് ചില്ലിക്കൊമ്പന്മാരൊന്നും അല്ല. നല്ല ഗഡാഗഡിയൻ അവൾമാരാണ് ഈ നിൽക്കുന്നത്. പക്ഷേ കൊമ്പനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അവനൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ പെണ്ണും പിള്ളമാരിങ്ങനെയാണെങ്കിൽ കൊമ്പനെ എങ്ങനെ അഴിക്കുന്നുള്ളത് ചിന്തിക്കാവുന്നതുള്ളൂ. ഇത്തരത്തിലുള്ള ആനകൾ നമുക്ക് കേരളത്തിൽ തന്നെ, അതായത് വയനാട് തന്നെ കാണാൻ കഴിയും. കർണാടക വിട്ടുകഴിഞ്ഞാൽ കുറേ ചില്ലിക്കൊമ്പന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഗൈസ്, ഒരു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഇവൾമാരെ ഈ കാട്ടിൽ കണ്ടില്ലെങ്കിൽ നേരെ മുത്തങ്ങ വിട്ടോട്ടോ. മുത്തങ്ങ റോഡ് സൈഡിൽ ഇവൾമാർ ഉണ്ടാവും ഓൾമോസ്റ്റ്. ഇവരുടെ റൂട്ട് ഇതാണ്. നേരെ പുൽപ്പള്ളി അല്ലെങ്കിൽ മുത്തങ്ങ. ഇവിടെ തന്നെ കിടന്ന് കറങ്ങുള്ളൂ, കർണാടക പോകില്ല. ഗൈസ്, നമ്മളപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിലൊരു കിടക്കൻ ഫുഡ് സ്പോട്ടിലോട്ടാണ്. KMS അഥവാ മജീദ് ഖാൻ്റെ കട എന്ന് പറയും. നല്ല ഫേമസ് ആണ്. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കത്തി കയറിയിട്ടുണ്ട് ഈ കട. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ഈ വിറകടപ്പി കിടന്ന് നീറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിടുക്കാച്ചി പോത്ത് ഫ്രൈയും അതുപോലെ തന്നെ ബോട്ടിയും. അടുക്കളയെ കണ്ട അതിശയങ്ങളടുത്തൊക്കെ മജീദ് ഖാൻ്റെ അതിശയ പോത്ത് ഫ്രൈ. ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ഗൈസ്, ജില്ലെന്നിരിക്കും. സംഭവം ഇത്തിരി നേരത്തെ ചെന്നിട്ട് ഒരു 1:30 ചെന്നിട്ട് ചോറും കൂട്ടി പിടിക്കണമായിരിക്കും കൂടുതൽ ബെറ്റർ. ഈ പോത്ത് ഫ്രൈക്ക് 2 അഭിപ്രായവുമുണ്ട്. നല്ലതൊന്നും പറയുന്നവരുണ്ട്, ചീത്തയൊന്നും പറയുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവം കിടക്കനായിരുന്നു, തിമിർപ്പനായിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി കൺസിസ്റ്റൻസിയിൽ നല്ല രീതിയിൽ എണ്ണ കിടന്ന് വരണ്ട നല്ല കിടുക്കാച്ചി പോത്ത് ഫ്രൈ. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെറ്റർ തന്നെയായിരുന്നു സംഭവം ഇത്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഓൾവേസ് ബെറ്റർ ചോറും കൂട്ടി തിന്നുക എന്ന് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷനായ പൊറോട്ട ഇവിടെ അവൈലബിൾ അല്ല. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് കയറിയത് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണ്. നമ്മൾ വയനാട് വന്നിട്ട് പഴശ്ശിരാജയൊന്നും സ്മരിക്കാതെ പോവുക എന്ന് പറയുന്നത് ഒരു മോശക്കേടാണ്. സോ നമുക്കിതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇത് വരുന്നത് പുൽപ്പള്ളി റൂട്ടിൽ തന്നെയാണ്. യഥാർത്ഥ പുൽപ്പള്ളി റൂട്ടിൽ നിന്നൊരു ഡൈവേർഷൻ എടുക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ലൊക്കേഷൻ ഇട്ട് തന്നെ പോന്നോളൂ. ഇത് കണ്ടതിന് ശേഷം നമുക്ക് പുൽപ്പള്ളി വഴി കുറുവയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം ഇവിടെയാണ്. അതിൻ്റെ ഒരു സ്മാരകം ഇവിടെ നിലകൊള്ളുന്നുണ്ട്. വെടിയേറ്റ് മരിച്ചത് ഇവിടെയാണെങ്കിലും അടക്കം ചെയ്തത് മാനന്തവാടിയിലാണ് ഗൈസ്. സോ ഇതും കൂടി ഒന്ന് കണ്ട് സ്മരിച്ച് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തത് ഡയറക്റ്റ് കുറുവ പിടിക്കുകയാണ്. ബത്തേരിയിൽ നിന്ന് കുറുവ വരെ 36 കിലോമീറ്ററുകളാണ് ഉള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബത്തേരിയിൽ നിന്ന് കുറുവ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ പുൽപ്പള്ളി റൂട്ട് വഴി തന്നെ വേണം വരാനായിട്ട്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കവറാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും മിസ്സായി പോകും. കുറുവക്ക് വരാനായിട്ട് 2 റൂട്ടുണ്ട്. അത് പുൽപ്പള്ളി റൂട്ട് കയറി തന്നെ വരിക. പുൽപ്പള്ളി റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേകാടി റൂട്ടിലുള്ള കുറുവയിൽ വേണം വരാനായിട്ട്. ഓർത്തു വെക്കുക, ചേകാടി റൂട്ടിലുള്ള കുറുവ ഗേറ്റ് നമ്പർ 1. സോ ചേകാടി റൂട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാനനപാതയാണ്. അത് നിങ്ങൾ മിസ്സാക്കരുത്.
ഇത് കവർ ചെയ്താണ് കുറുവയിലോട്ട് വരുന്നത്. പുൽപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിമൽ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ് ചേകാടി. എസ്പെഷ്യലി ആനകൾ സമയം നല്ലതാണെങ്കിൽ നിറച്ച് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചേകാടി റൂട്ട് പിടിച്ച് കുറുവ വരിക, ഓർത്ത് വെക്കുക. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറുവാദ്വീപിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് കൃത്യമായിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. കുറുവയിൽ വൺ ഡേ ആകെ 240 പേരുടെ എൻട്രി മാത്രമേ അനുവദിക്കുന്നുള്ളൂ. സോ വീക്കെൻഡ് ടൈമിലൊക്കെ ആണെങ്കിൽ നോർമലി നല്ല ക്രൗഡഡ് ആണ് ഈ ഏരിയകൾ. അത് കാലത്തും തന്നെ ഏറെക്കുറെ ഉച്ചക്കുള്ളിൽ തന്നെ ടിക്കറ്റ് തീർന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾ കുറുവയിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ തന്നെ കാലത്ത് തന്നെ വരാൻ ശ്രമിക്കുക. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ കുറുവ കാണാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് മിസ്സാവും. കുറുവ നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള ടിക്കറ്റ് മിസ്സായാലും 3:30 വരെ ബാംബൂ റാഫ്റ്റിങ്ങിനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പേഴ്സണലായിട്ട് അല്ലാണ്ടുമുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും 3:30 വരെയൊക്കെ. നമ്മളപ്പോൾ ഇവിടുത്തെ ബാംബൂ റാഫ്റ്റിംഗ് ആണ് ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്. ഇതിന് 400 രൂപയുടെ ടിക്കറ്റ് ചാർജാണ് വരുന്നത്. 400 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് 4 പേർക്ക് പ്രൈവറ്റായിട്ട് മുളച്ചങ്ങാടത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. നമ്മൾ 2 പേര് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാണ്. ഫ്രണ്ട്സ്, വെറും 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു ആക്ടിവിറ്റീസ് ആണിത്. 20 മിനിറ്റ് അനുവദനീയമായിട്ടുള്ളെങ്കിലും കരക്കെത്തിയപ്പോൾ 30-35 മിനിറ്റോളം പിടിച്ചായിരുന്നു ചേട്ടൻ്റെ സഹകരണം കൊണ്ട് തന്നെ. ഗൈസ്, 20 മിനിറ്റ് 400 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞത് വളരെ കടുപ്പമായിട്ട് ഫീൽ ചെയ്തെങ്കിലും കരക്കെത്തിയത് മനസ്സ് നിറഞ്ഞ് തന്നെയാണ്. ബിക്കോസ് നല്ല രീതിയിലുള്ള കുറച്ച് വിഷ്വലുകൾ നമുക്ക് പകർത്താൻ കഴിഞ്ഞു. കംപ്ലീറ്റ്ലി വെറത്തിയായിരുന്നു ഈ റാഫ്റ്റിംഗ് തീർച്ചയായും. ഗൈസ്, കുറുവ പീസ്ഫുള്ളായിരുന്നു. ഒരു എക്സ്റ്റസി ഫീല് കിട്ടി. കംപ്ലീറ്റ് ഗ്രീനറി വിത്ത് ഹീലിംഗ് സൗണ്ട്സ്. അടിപൊളിയായിരുന്നു ഗൈസ്. ഇത്രയൊക്കെ അടിച്ചാൽ പൊട്ടാത്ത സാധനമേ വരുന്നുള്ളൂ. സോ ഗൈസ്, നമുക്ക് ഇവിടെ വെച്ച് നിർത്താവുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ തരിക. ഇതൊക്കെ മരം ചുറ്റെടുത്ത് വളഞ്ഞു വരട്ടെ സാധനം.